ഹായ്, നമ്മൾ വീക്കിലി അനാലിസിസ് വീഡിയോ ആണ് ചെയ്യുന്നത്. സോ ഈ വീക്കിൽ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് റാപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കിലേക്കുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്തായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ വീക്കിൽ ഫസ്റ്റ് 2 ഡേയ്സ് മാർക്കറ്റ് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ്സ് തന്നു. അതായത് മൺഡേ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വന്നു. എന്നാൽ ട്യൂസ്ഡേ മാർക്കറ്റ് നല്ലൊരു വോളറ്റൈൽ ആയിട്ടുള്ള സെഷനാണ് തന്നത്. ഒരു 1% ബെറിഷ് മ്യൂ തന്നു. അത് കഴിഞ്ഞിട്ട് 1% ബുള്ളിഷ് മൂവ് തന്നു, പിന്നെ ബെറിഷ് വന്നു. അങ്ങനത്തെ ഒരു മാർക്കറ്റായിരുന്നു അത്. ഒന്നാമത് BSEയുടെ മന്ത്ലി എക്സ്പയറി ആയിരുന്നു സെൻസെക്സ്. അതിൻ്റെ ഒരു വോളറ്റൈലിറ്റി അന്ന് ഉണ്ടായി. ഓക്കെ, പിന്നെ അതുമാത്രമല്ല കുറച്ച് പോസിറ്റീവ് ന്യൂസും കൂടി ഉണ്ടായി. അത് യു എസ് കോർട്ട് ട്രംപിൻ്റെ ടാരിഫിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. സോ അതിൻ്റെ ഇതുണ്ടായി. സോ അങ്ങനത്തെ കുറച്ച് മൂവ്മെൻറ്റ്സ് ഉണ്ടായി കഴിഞ്ഞ വീക്കിൽ. പക്ഷേ അത് കഴിഞ്ഞ് ട്യൂസ്ഡേ കഴിഞ്ഞ് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ഫേസ് തന്നെയായിരുന്നു. ഓക്കെ, അന്ന് വലിയ വോളറ്റൈലിറ്റി ഉണ്ടായിരുന്നില്ല. വിക്സ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 19-69, ഓൾമോസ്റ്റ് 3 പോയിൻറ്റ്സ്, ഓൾമോസ്റ്റ് 10-20% വിക്സ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായി വെനസ്ഡേ മാർക്കറ്റിൻ്റെ റേഞ്ച് ബിറ്റ്വീൻ 24,750 820 ആയിരിക്കും എന്നുള്ളത്. സോ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ മാർക്കറ്റ് ഓൾമോസ്റ്റ് ആ റേഞ്ചിൻ്റെ അകത്താണ് പ്രൈസ് നിന്നിട്ടുള്ളത്. നിഫ്റ്റി 50 അനാലിസിസ് ആണിത്. സെൻസെക്സിലും ഓൾമോസ്റ്റ് ആ റേഞ്ചസ് തന്നെയാണ്. നിഫ്റ്റി 50 സെൻസെക്സ് ഓൾമോസ്റ്റ് ഒരേ രീതിക്ക് തന്നെയാണ് മൂവ്മെൻറ്റ്സ് നടത്തുക. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു വലിയ റേഞ്ചിൻ്റെ അകത്ത് തന്നെയാണ്, പക്ഷേ സ്റ്റിൽ കൺസോൾട്ടേഷനാണ്. കഴിഞ്ഞ ഫ്രൈഡേ RBIയുടെ പുതിയ പോളിസി, RBIയുടെ കുറച്ച് റിപ്പോർട്ട്സ് വന്നതിൻ്റെ ഒരു പോസിറ്റീവ് സൈൻ ഫ്രൈഡേ ബാങ്ക് നിഫ്റ്റിയിലുണ്ടായി. ഓക്കെ, മാർക്കറ്റ് ക്ലോസ് ആയി കഴിഞ്ഞിട്ടാണ് GDP ഗ്രോത്തും റേറ്റൊക്കെ വന്നത്. ബട്ട് അതിന് മുമ്പ് RBIയുടെ ആനുവൽ റിപ്പോർട്ട്സൊക്കെ വന്നിട്ടുണ്ടായി. സോ അതിൻ്റെ ഒരു ബുള്ളിഷ് മൂവ് ഉണ്ടായി. ബാങ്ക് നിഫ്റ്റി മാത്രമേ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. നിഫ്റ്റി സെൻസെക്സും നെഗറ്റീവ് തന്നെയാണ്. ഓക്കെ, സോ മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ, സോ ഞാനെപ്പോഴും മിഡ് ക്യാപ്പ് നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് സ്റ്റോക്സിലായിരിക്കും കൂടുതൽ വോളറ്റൈൽ ആയിട്ടുള്ള ഇത് വരാം. നമുക്ക് അത്യാവശ്യം നല്ല റിട്ടേൺസ് കിട്ടുന്ന സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മിഡ് ക്യാപ്പ് സ്റ്റോക്സ് തന്നെയാണ്. ലാർജ് ക്യാപ്പ് സ്റ്റോക്സിൽ റിസ്ക് കുറവായിരിക്കും, പ്രോഫിറ്റ് കുറവായിരിക്കും. അല്ലെങ്കിൽ മിഡ് ക്യാപ്പിൽ റിസ്ക്കും അതുപോലെ തന്നെ റിസ്ക്കും ഉണ്ടാവും, പക്ഷേ പ്രോഫിറ്റും റിട്ടേൺസും അതുപോലെ തന്നെ കിട്ടും. ഓക്കെ, സോ മിഡ് ക്യാപ്പ് മാർക്കറ്റിൽ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് സൈൻ കാണാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മിഡ് ക്യാപ്പ് സ്റ്റോക്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. മിഡ് ക്യാപ്പ് സ്റ്റോക്സിലേക്ക് നല്ല രീതിയിൽ ഫണ്ട് വരും. ഓക്കെ, ഇനി അതല്ല ബെയറിഷാണ് മാർക്കറ്റിൽ എന്തെങ്കിലും ഫിയറുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ മിഡ് ക്യാപ്പ് സ്റ്റോക്സ് ഫാൾ ആവും, മിഡ് ക്യാപ്പ് സ്റ്റോക്സിന് ഔട്ട്ഫ്ലോ വരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മിഡ് ക്യാപ്പിൻ്റെ ഇൻഡെക്സ് ചെക്ക് ചെയ്യുക. സോ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ തന്നെ മിഡ് ക്യാപ്പ് ഇൻഡെക്സും ഒരു റേഞ്ചിൽ തന്നെയാണ് കഴിഞ്ഞ വീക്ക് മാർക്കറ്റ് പോയിരിക്കുന്നത്. സോ 26 നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് അത്യാവശ്യം 200 പോയിൻറ്റ്സിൻ്റെ ഒരു വലിയ റേഞ്ചാണ് മിഡ് ക്യാപ്പ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ. ബട്ട് സ്റ്റിൽ ആ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുക. സോ നമുക്ക് ഡെയിലി ക്യാൻഡിൽ ക്ലോസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഡെക്സിലും അധികം വീക്ക്നെസ് കാണുന്നില്ല. ഈവൻ തോ നിഫ്റ്റിയും സെൻസെക്സും റെഡ് ക്യാൻഡിലാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ളൊരു വീക്ക്നെസ് മാർക്കറ്റിൽ കാണുന്നില്ല. കാരണം ആ ഒരു ലോയിൽ റിജക്റ്റ് ചെയ്ത് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ തന്നെ വീക്ക്ലി ക്യാൻഡിലും വലിയ രീതിയിലുള്ളൊരു ബെയറിഷ് സ്ട്രെങ്ത് കാണിക്കുന്നില്ല. ഈവൻ തോ റെഡ് ക്യാൻഡിലാണെങ്കിൽ പോലും സ്ട്രെങ്ത് കാണിക്കാത്തൊരു ക്യാൻഡിൽസാണ്. നമുക്ക് മന്ത്ലി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ ഗെയിൻസ് തന്നെയാണ് തന്നേക്കണത്. ഓക്കെ, സോ കമ്മിങ് വീക്സിൽ എന്തായിരിക്കും നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് US മാർക്കറ്റിൽ കറൻലി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ട്രംപ് സ്റ്റീലിന് എക്സ്പോർട്ട് ടാരിഫ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ചൈനയായിട്ടുള്ള ഡീലിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു. സോ ആ സമയത്ത് US മാർക്കറ്റ് ഒന്ന് ഫോളോ ആയിട്ടുണ്ട്. അത് തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഏഷ്യൻ മാർക്കറ്റ് നല്ലൊരു നെഗറ്റീവ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് അത്ര രീതിയിൽ അഫക്റ്റ് ചെയ്തില്ല, കാരണം നമുക്ക് RBI പോളിസിയും പരിപാടിയും ഉള്ളതുകൊണ്ട് മാർക്കറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചു. സോ അത്രയ്ക്ക് ഫോളോ ആയിട്ടില്ല മാർക്കറ്റ്. ഓക്കെ, സോ ഈ വീക്കിൽ എൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ ഈ ഒരു ലോ തന്നെയാണ് 750. ഇവിടുന്ന് മാർക്കറ്റ് പ്രൈസ് അത്യാവശ്യം റിജക്ഷൻസ് കാണിക്കുന്നുണ്ട് നിലവിൽ. ഓക്കെ, ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരാണെങ്കിൽ ഈ ഒരു ലോ
670 ഇതാണ് ഒരു പീക്ക്. ഇതാണ് നിലവിൽ ഇവിടെ ഈ റേഞ്ചിൻ്റെ അകത്ത് കാണാൻ പറ്റണല്ലോ. ഓക്കെ, ഞാൻ സ്റ്റിൽ കഴിഞ്ഞ വീക്ക് പറഞ്ഞ പോലെ തന്നെയാണ് റേഞ്ച്. 15th മെയിലെ ലോയും ഹൈയും ആണ് ഞാൻ റേഞ്ച് ആയിട്ട് വെച്ചേക്കണം. സപ്പോസ് മാർക്കറ്റ് 25,100 മേളിലേക്ക് പോകണമെങ്കിലാണ് ഒരു ബുള്ളിഷ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ 24,500 അടിയിലേക്ക് വരികയാണെങ്കിൽ ഒരു ബെയറിഷ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. സെൻസെക്സിലും ഈ ലെവൽസ് തന്നെയാണ്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഹൈ 24,500ഉം നിലവിലുള്ള ഹൈ 26. ഈ ഒരു റേഞ്ചാണ് ഓൾമോസ്റ്റ് എന്താ ഒരു പീക്ക് ലെവൽസായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുക. അതല്ല, മാർക്കറ്റ് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരുന്നത്. സോ ആ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,700ഉം 25,000ഉം ആണ്. സോ ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് സ്റ്റിൽ നിൽക്കുന്നത്. ഓക്കെ, ഇൻ കേസ് ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ വന്ന് പോവുകയാണെങ്കിൽ ഈ ലെവൽസ് വീണ്ടും സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യും. അതല്ല, ഇനി ഒരു ഗ്യാപ്പ് അപ്പ് വന്നിട്ട് ബുള്ളിഷ് മൂവ്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ 56 ആയിരിക്കും. നിലവിൽ അതാണ് ഇൻഡെക്സിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് സ്റ്റോക്സ് വാച്ച് ലിസ്റ്റ് ഇട്ടുണ്ടായി. പക്ഷെ അത് പറഞ്ഞ പോലെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് ആയിരുന്നു. മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് ബെയറിഷ് ആയതുകൊണ്ട്, അതല്ലെങ്കിൽ ബുള്ളിഷ് സ്ട്രെങ്ത് കുറഞ്ഞതുകൊണ്ട് ആ സ്റ്റോക്സ് ബ്രേക്ക്ഔട്ട് തന്നില്ല. ബട്ട് സ്റ്റിൽ അത് SL ഹിറ്റ് ചെയ്തിട്ടില്ല. ഒരു എൻട്രി ലെവൽ തന്നെയാണ് നിൽക്കുക. സോ ഈ വീക്കിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്സ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. സോ ഇനി അധികം വിക്സ് ഇനിയും ഡ്രോപ്പ് ആവുകയാണെങ്കിൽ വലിയ വോളറ്റൈൽ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ട. സോ വോളറ്റൈൽ ഇത് കൂടിക്കഴിയുമ്പോൾ അത് ഓപ്ഷൻ സെല്ലേഴ്സിനായാലും ബയേഴ്സിനായാലും മാർക്കറ്റ് ഡിഫിക്കൽട്ട് ആയിരിക്കും ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സെല്ലേഴ്സിനെ സംബന്ധിച്ചോളം വിക്സ് കൂടുകയാണെങ്കിൽ പ്രീമിയം പ്രൈസ് കൂടും. സോ അതനുസരിച്ച് അവർക്ക് സെല്ലിംഗ് പൊസിഷൻ ഹോൾഡ് ചെയ്ത് സെല്ലിംഗ് പൊസിഷൻസിൽ നല്ല ഡിഫിക്കൽറ്റി വരും. ഓക്കെ, അതുപോലെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സും വളരെ റാൻഡമായിട്ടായിരിക്കും കിട്ടുക. സോ വിക്സ് ഡ്രോപ്പായത് എല്ലാവർക്കും ഒരു റിലീഫ് തന്നെയാണ്. വലിയ മൂവ്മെൻറ്റ്സ് മാർക്കറ്റിൽ ഉണ്ടാവില്ല. പക്ഷേ ഇനിയിപ്പോൾ വിക്സ് ഡ്രോപ്പ് ആവുകയാണെങ്കിൽ ബ്രേക്ക്ഔട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ബ്രേക്ക്ഔട്ട്സ് വന്നാൽ അത് സസ്റ്റെയിൻ ചെയ്യുന്ന ബ്രേക്ക്ഔട്ട്സ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ട്യൂസ്ഡേ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാർക്കറ്റ് ഫോളോ ഒന്നും റൈസ് ഒന്നും ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് കുറവായിരിക്കും വിക്സ് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. വിക്സ് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ട്സ് വരാൻ ചാൻസ് കൂടുതലാണ്. സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ചെയ്ത്, ഇപ്പോൾ ഇൻ കേസ് ഇവിടെയും ബ്രേക്ക്ഔട്ട് ചെയ്തു പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്തില്ല. വിക്സ് കുറയുന്ന സമയത്ത് ബ്രേക്ക്ഔട്ട്സ് സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, വിക്സ് ജനറലി മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിൻ്റെ ഫിയറാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. സോ ഇൻ കേസ് ഫിയർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മിക്കപ്പോഴും ബുള്ളിഷ് മൂവ് ഉണ്ടാകാനാണ് ചാൻസ്. ഓക്കെ, സോ അതെപ്പോഴും ഉറപ്പ് പറയുന്നില്ല, അതൊരു കണ്ടീഷൻ മാത്രമാണ്, പ്രോബിലിറ്റി മാത്രമാണ്. ബുള്ളിഷ് മൂവ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇൻ കേസ് വിക്സ് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ. റൈറ്റ്, സോ അത് എപ്പോഴും വാച്ച് ചെയ്യാം. സോ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. മാർക്കറ്റിൽ ഈ ഒരു റേഞ്ച് ആയിരിക്കും ഞാൻ ഇനീഷ്യലി കൺസിഡർ ചെയ്യുക. 820 to 750. അത് ബെയർ സൈഡിലേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 24,670 ഞാൻ കൺസിഡർ ചെയ്യും. അപ്പ് സൈഡിലേക്കാണെങ്കിൽ 850 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ മാർക്കറ്റ് ഇനി ഒരു ബുള്ളിഷ് മൂവ് ഉണ്ടാവണമെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ 950യുടെ മേളിൽ പ്രൈസ് ക്ലോസ് ചെയ്താൽ ഒരു ഈ നിലവിൽ നിൽക്കുന്ന 25,100 എന്ന് പറഞ്ഞേക്കണ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും. സോ ഈ വീക്കിലി റേഞ്ച് ഞാൻ എക്സ്പെക്ട് ചെയ്യണത് 24,500 to 25,100 ഈ ഒരു ലെവലിലായിരിക്കും നിഫ്റ്റിയുടെ വീക്കിലി റേഞ്ച് എക്സ്പെക്ട് ചെയ്യാം. സോ എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ബയോയിലുണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ, അതിൻ്റെ അകത്ത് ഞാൻ ട്രേഡ്സ് ഒന്നും അപ്ഡേറ്റ് ചെയ്യാറില്ല. ട്രേഡ്സൊക്കെ നിങ്ങളുടെ അനാലിസിസ് വ്യൂസ് തന്നെ എടുക്കണം. മാർക്കറ്റിൽ അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചസും ന്യൂസസും മാത്രമേ ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, താങ്ക് യു.